നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്രാഹിം സാഹിബ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു താങ്ങായിരുന്നു, തണലായിരുന്നു. എൻ്റെ വന്ദനായ പിതാവ് സിദിയാജുവിനെ വന്ന ശേഷം ഏത് കാര്യത്തിലും 2001 മുതൽ തന്നെ എല്ലാ കാര്യത്തിലും ഞാനുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. 2011 ഞാൻ കന്നി MLA ആയി വന്നു. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. ഏറ്റവും അധികം ഫണ്ട് അദ്ദേഹത്തിൽ നിന്ന് വികസന ഫണ്ട് വാങ്ങിയ ഒരു ജനപ്രതിനിധിയായിരുന്നു ഞാൻ. അദ്ദേഹത്തിനുള്ള ഒരു മെച്ചത വന്ന് ഒരു കാര്യം എങ്ങനെ നടത്തണം, അതിന്റെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തണം, അത് ഇബ്രാഹിം സാഹിബിനെ കണ്ടുപിടിക്കണം. 72 MLA-മാരുള്ള 2011 അന്ന് ഭരണ പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിരുന്നു. VS അച്യുതാനന്ദൻ അന്ന് പ്രതിപക്ഷ നേതാവാകുമ്പോൾ വളരെ അഗ്രസീവായിരുന്നു. പക്ഷെ ആ VS ഏറ്റവും നല്ലൊരു വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം സാഹിബ് എന്ന് പറയുമ്പോൾ. അദ്ദേഹത്തിന്റെ ആ കഴിവ്, സൗഹൃദവും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അതൊക്കെ നമ്മൾ ഒന്ന് കണ്ട് പഠിക്കേണ്ട ഒരാളാണ്. അതൊരു ഇഫ്താർ ഉണ്ടായിരുന്നു ഇബ്രാഹിം സാഹിബ്. ആ ഇഫ്താറുണ്ട്, പിന്നെ VS വെച്ചു. അപ്പൊ ഞാൻ വെച്ചു വരാന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അതായത് ബന്ധങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിക്കണം, അതെങ്ങനെ നിലനിർത്തണം, അത് എതിരാളികളാണെങ്കിലും സ്വന്തം പാർട്ടിയിലെ ആളുകളെങ്കിലും എല്ലാവരുമായി ഒരേമാതിരി ബന്ധം നിർത്തി എല്ലാവരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് തൻ്റെ കഴിവുകൾ, തൻ്റെ അധികാര കഴിവുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ പ്രവർത്തിച്ച ഒരു മഹാനായ നേതാവാണ് ഇബ്രാഹിം സാഹിബ്. നമുക്കൊക്കെ ഒരു തീരാ നഷ്ടമാണ്. അല്ലാഹു അദ്ദേഹത്തിന് മഹബൂത്തും നൽകുമാറാകട്ടെ. ഞാൻ വാക്കുകൾ അവസാനിക്കും.